രേണുസുതി രേണുസുതിയെക്കുറിച്ചാണ് പറയാൻ എനിക്കുള്ളത്. രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ചില കാര്യങ്ങളിലൊക്കെ അവരെ വലിച്ചു കീറേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ അവർ ഒരുപാട് റീൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വയറ് കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളിലും റീൽസുകളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞ പലരും അവരെ തെറി വിളിക്കുന്ന കമന്റ്സ് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. സണ്ണി ലിയോൺ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ സണ്ണി ചേച്ചി എന്ന് പറഞ്ഞങ്ങ് ഭയങ്കര ആരാധനയോട് ഓടിച്ചില്ലുന്ന ഒരുപാട് പേരുണ്ട്. ആ ചെറുപ്പക്കാരൊക്കെയാണ് ഈ പാവം സ്ത്രീയെ പിടിച്ച് തെറി വിളിക്കുന്നത്. പിന്നെ ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അവരവർക്ക് വീട് എന്താ പറയാ ദാനമായിട്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് വെച്ചു കൊടുത്തെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് പോണവര്. ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്തു കൊടുത്തു. ആ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ വിളിച്ചു പറയാനാണെങ്കിൽ അതൊക്കെ ചെയ്യാതിരിക്കണമായിരുന്നു. ഒരു വീട് മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അതിനപ്പുറത്തോട്ട് പോയപ്പോൾ ഇവര് കരുതി ഇനി വരുന്ന എന്തെങ്കിലും പണി വന്നാലും അവർ ചെയ്തു കൊടുക്കും, എല്ലാം ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കും എന്ന് അവർ കരുതി കാണും. പിന്നെ രേണുസുധിയുടെ അച്ഛനെ കിടന്ന് ആൾക്കാർ വലിച്ചു കീറുന്നതിനോടേക്ക് ഒന്നും പറയാനില്ല. കാരണം അതേ ചിലപ്പോൾ പറയുന്നത് തെറ്റുണ്ടാവും, ചിലപ്പോൾ പറയുന്നത് എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ മോശമായി നമുക്ക് തോന്നും. പക്ഷേ രേണുസുധിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഒരു അപ്പനാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിയോ ബോധമോ അല്ലെങ്കിൽ വലിയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സാധാരണക്കാരൻ. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മുടെ അപ്പനോ അമ്മയോ ഒക്കെ ആയിരിക്കും അങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും നമ്മളായിട്ട് വലിച്ചു കീറുമ്പോഴും നമുക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും. അവർക്ക് വലിയ ബോധമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യങ്ങൾ പഠിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല നമുക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ. അവിടെയൊക്കെ തെറ്റുപറ്റാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നന്ദികേടായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടൊക്കെ തോന്നും. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് അത് പിന്നെ വിളിച്ചു പറയുക, അത് വേണ്ടായിരുന്നു തോന്നുന്ന തരത്തിൽ സംസാരിക്കുക എന്നൊക്കെ കാണുമ്പോൾ ആർക്കായാലും തോന്നും അവിടെ നിന്നൊക്കെ ഒന്ന് മാറിയ വേറെ വാടകയ്ക്കായാലും പോകാം. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് ആർക്കായാലും തോന്നും. രേണുസുധിയെ കുറ്റം പറയാൻ അതിലൊന്നും പറ്റില്ല. കാരണം നമുക്ക് ഇങ്ങനെ തോന്നും, മീഡിയ വഴിയല്ല ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയാണ് ആ വീടൊന്നും വെച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അർഹതപ്പെട്ടവർക്കല്ല കൊടുത്തത്, നന്ദിയില്ലാത്ത ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും തോന്നും. രേണുസുധിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവർ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് മോശമാണെന്ന് തോന്നും. പക്ഷെ അതിനേക്കാൾ വിവരവും ബുദ്ധിയും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന പല ആൾക്കാരും ഇവരെ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ വ്യൂസ് കിട്ടാനൊക്കെ വേണ്ടി വലിച്ചു കീറുന്നത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവരൊരു വീട് വെച്ച് കൊടുത്തെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് അവർ മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാം ചെയ്തു തരുന്ന രീതിയിൽ നിൽക്കരുത്. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അവർ മാറണമായിരുന്നു. അല്ലെങ്കിൽ ആദ്യമേ പറയണം, നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കരുത്, നമ്മൾ ചെയ്തു തരാന്ന് പറഞ്ഞ കാര്യം ചെയ്തു തന്നു, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയത്, ഇനി എഞ്ചിന് ചെറിയ പണി വന്നാൽ അവർ ചെയ്തു തരുമെന്നൊക്കെ. രേണുസുധിക്ക് പൈസ ഇല്ല, ഇനി സാമ്പത്തികം ഇല്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ഇവർ അഭിനയിക്കാൻ പോകുന്നതിന് 10,000 അല്ലെങ്കിൽ ഇങ്ങനെ അഭിമുഖങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ചിലപ്പോൾ പൈസ കിട്ടുന്നുണ്ടോ, ആ പൈസ മതി ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ, ഈ എറിച്ചിലടിക്കുന്നതും വെള്ളം വീഴുന്നതൊക്കെ ഇത് ശരിയാക്കാൻ ആ ഒരു കാശ് മതി. വലിയ പൈസ ഒന്നും വേണമെന്നൊന്നുമില്ല. എല്ലാ നാട്ടുകാരും ഒന്ന് ചെയ്തു തരണോ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. അത് രേണുസുധി അല്ല ആരായാലും അത് മോശമാണ്. എല്ലാ നാട്ടുകാരും ചെയ്യണം, എല്ലാം. അങ്ങനെ കുറെ സ്ത്രീകളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ് ചാനലൊക്കെ ഇട്ട് കുറെ എല്ലാം ഇങ്ങനെ എന്താ പറയാ എല്ലാവരും ചെയ്തു തരണം, അല്ലെങ്കിൽ എനിക്ക് പൈസ തരണം, എന്നെ കൊച്ചിങ്ങളെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അക്കൗണ്ട് നമ്പറും കൊടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ എന്തുണ്ടെന്ന അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകളുണ്ട്. എല്ലാം ഈ നാട്ടുകാരെ ഏൽപ്പിക്കുന്ന കുറെ പെണ്ണുങ്ങൾ.
അങ്ങനെ ആവരുത്. രേണുസുതിയുടെ രണ്ട് മക്കളുടെ പേരിലാണ് ആ വീടും സ്ഥലവും ഒക്കെ ഉള്ളത്. പക്ഷെ രേണുസുതിയുടെ പേരില്ലാത്ത എന്റെ എന്തോ സങ്കടം രേണുസുതിക്ക് ഉള്ള പോലാണ്. എന്റെ മക്കളുടെ പേരിൽ എന്റെ മക്കളെന്ന് പറയുന്നത് അങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത് ആ വീടിനെ കുറിച്ച്.